ഹലോ ഗായ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു ചെറിയൊരു മോർണിംഗ് റൂട്ടീനായിട്ടാണ്. ഇപ്പോൾ എനിക്ക് പുതുതായിട്ട് ക്ലാസ്സൊക്കെ തുടങ്ങിയിട്ടുണ്ട്. PSC ക്ലാസ്സാണ്. രാവിലെ നേരത്തെ എണീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, തണുപ്പല്ലേ. നല്ല മഴയും കാറ്റൊക്കെ ആയിരുന്നു ഇന്നലെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട്. കാറ്റും മഴയൊക്കെ ആയപ്പോൾ തന്നെ ഫുൾ ഇലകളൊക്കെ മുറ്റത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ ദോശയും ചമ്മന്തിയും. അപ്പോൾ അമ്മയ്ക്ക് വേറെ കുറേ പരിപാടികളുണ്ടായതുകൊണ്ട് ഞാനാണ് ഇപ്പം ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ദോശ ചുട്ടു, പിന്നെ അത് കഴിച്ചിട്ട് കുറേ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനുണ്ടായിരുന്നു. കഴിച്ച പാത്രങ്ങളൊക്കെ സൂപ്പറായിട്ട് കഴുകി എത്ര പേർക്കാണ് പാത്രം കഴുകാൻ ഇഷ്ടമുള്ളത്? ഞാൻ കുറേ ആൾക്കാരെ കേട്ടിട്ടുണ്ട് പാത്രം കഴുകാൻ ഇഷ്ടമല്ല എന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഈ പാട്ടൊക്കെ വെച്ചിട്ട് പാത്രം കഴുകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. എന്ത് ചെയ്യുകയാണെങ്കിലും പാട്ട് വെക്കണം. ഇപ്പോൾ അടിച്ചു വാരുകയാണെങ്കിൽ പാട്ട് വയ്ക്കുക. നമ്മൾ പണികളൊക്കെ ചെയ്യുകയാണെങ്കിൽ പാട്ട് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പ്രത്യേക രസമാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഇന്ന് ചിക്കനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെളുത്തുള്ളിയൊക്കെ നന്നാക്കി. പിന്നെ അടിച്ചു വാരി തുടയ്ക്കലും എൻ്റെ ഡ്യൂട്ടി ആയിരുന്നു ഇന്ന്. ക്ലാസ്സിന് പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഞാൻ പൊതുവേ എനിക്ക് അധികം സമയം കിട്ടാറില്ല. അപ്പം അമ്മ തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ നമുക്കിനി തലയിൽ എണ്ണ തേക്കാം. 2 ദിവസമായി ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ച് കുളിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ തണുപ്പല്ലേ, അപ്പോൾ എണ്ണയൊന്നും അധികം തേച്ച് കഴിഞ്ഞാൽ നീരിറങ്ങിയിട്ട് പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ തേക്കാറുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും തലയിൽ എണ്ണ വയ്ക്കാം. ഓക്കെ. അങ്ങനെ എണ്ണ വയ്ക്കാൻ വേണ്ടിയിട്ട് എണ്ണയൊക്കെ എടുത്ത് വന്നു. എല്ലാ ഭാഗത്തും എണ്ണയൊക്കെ ആക്കി ഷെയറാക്കി തേച്ചു. പിന്നെ നല്ല നീണ്ടൊരു കുളി പാസ്സാക്കിയിട്ട് നേരെ പോന്നു. അങ്ങനെ ഞാൻ കുളിച്ചൊക്കെ വന്നിട്ടുണ്ട്. എന്താ വെച്ചാൽ നാളെ ഒരു പരീക്ഷ ഉണ്ട്. ഞാൻ പുതുതായിട്ട് PSCക്ക് ചേർന്നിട്ടുണ്ട്. പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് PSC ഒന്നും അങ്ങനെ എഴുതാനുള്ളൊരിതില്ല, PSCക്കൊന്നും ഞാൻ പോവില്ല എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു ലൈഫിൽ ഒരു പോയിന്റ് എത്തിയപ്പോൾ ഞാൻ ഇപ്പോൾ B.Ed കഴിഞ്ഞു. അപ്പോഴാണെങ്കിൽ എനിക്ക് വേറെ ഒന്നും ഓപ്ഷൻ ഇല്ല കയറാൻ വേണ്ടിയിട്ട്. കോഴ്സ് എന്ന് പറയുമ്പോൾ B.Ed മാത്രമേ കയ്യിലുള്ളൂ. ഇപ്രാവശ്യം എവിടെയും കയറാനും പറ്റിയില്ല. ഒരു സ്കൂളിൽ ഇപ്പോൾ ഇൻ്റർവ്യൂവിന് പോയാലും ഈ ക്വാളിഫിക്കേഷനൊക്കെ വേണം. അപ്പോൾ അതും എഴുതിയെടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ജീവിതത്തിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും ഞാൻ PSCയിലേക്ക് പോകുന്നുണ്ടാവില്ല, അതിലേക്ക് എന്തായാലും ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമായിരുന്നു. പക്ഷേ എല്ലാം മാറി ഞാൻ ഇപ്പോൾ PSCയിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും പറ്റുന്ന പോലെയൊക്കെ നോക്കുക. കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മൾ നോക്കണം. കാരണം നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വരും. നമ്മൾ അതിനായിട്ട് കൂടുതൽ ടൈം കണ്ടെത്തേണ്ടി വരും. നല്ല എഫേർട്ട് ഇടണം, നല്ലോണം പഠിക്കണം, കുറേ കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കണം. വേറെ ചോയ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് PSCനെ നോക്കാം. ഇതെല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞു, കുളിച്ച് റെഡി ആയിട്ട് ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അത് നോക്കണം, പരീക്ഷയ്ക്കുള്ളത്. അപ്പോൾ നമുക്കിനി അത് നോക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെ നോക്കാനുള്ളൂ. കാരണം ഒരാഴ്ചയായിട്ടുള്ളൂ ക്ലാസ് തുടങ്ങിയിട്ട്. ആകെ ഒരു ക്ലാസ്സേ ഉണ്ടായിട്ടുള്ളൂ. കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, നോക്കിയിട്ട് പോകാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പരീക്ഷയ്ക്കുള്ളതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ടേബിളൊക്കെ ആദ്യം ഒന്ന് ക്ലീൻ ആക്കി വെച്ചു. അങ്ങനെ കുറച്ചധികം നേരം ഞാൻ നോക്കി. കാരണം അധികം ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല പഠിക്കാനുള്ളതൊക്കെ. അവർ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് നോക്കി പഠിക്കുക എന്നുള്ളതായിരുന്നു പണി. അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കുറച്ച് കറണ്ട് അഫെയർസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. കുറേ നേരം ഉള്ളിലിരുന്ന് പഠിച്ചു. അപ്പോൾ അവിടെ ഇരുന്ന് ചടച്ചപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എന്നാൽ പുറത്ത് വന്നിരിക്കാം. അപ്പം ഇനി ഇവിടെ വന്നിട്ട് പഠിക്കാം. ഇവിടെ ഇരുന്നാൽ പിന്നെ കുറേ ആൾക്കാരെ കാണാം, പിന്നെ പഠിത്തം നടക്കൂല. പിന്നെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായപ്പോൾ അതിന് പോയി. എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. ഇന്ന് സ്പെഷ്യലായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ചിക്കൻ ഉണ്ടായിരുന്നു. ചിക്കനും രസവും പപ്പടവും ചോറും കൂടിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ നാളേക്കുള്ള എക്സാമിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞു. വല്ലാണ്ടൊന്നും അറിയില്ല, കാരണം മാത്സ്, കെമിസ്ട്രി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ടഫാണ്. ക്ലാസ്സൊക്കെ കിട്ടി തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പം എന്തായാലും നാളേക്ക് പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ കുറച്ചൊക്കെ നോക്കി വെച്ചു. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും പോയിട്ട് കുറച്ചേരം കിടക്കണം. എന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വേണം ബാക്കിയുള്ളത് നോക്കാൻ വേണ്ടി. അപ്പോൾ എന്തായാലും ഇന്ന് ഇത്രയുള്ള വീഡിയോ. ഇന്ന് ചെറിയൊരു കൈൻഡ് ഓഫ് മോർണിംഗ് റൂട്ടീനാണ് എൻ്റെ ക്ലാസ് തുടങ്ങിയതിന് ശേഷമുള്ളത്. സോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതിൻ്റെ ഓൾസോ നിങ്ങൾ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യുക. ഉള്ളൂ. നമുക്കിനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. സോ ബൈ.